ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ നമ്മുടെ ചാനൽ ഗ്രോത്ത് എല്ലാം പതുക്കെയാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ വേണ്ടത്ര ഗ്രോത്ത് ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ യൂട്യൂബ് തന്നെ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാനുള്ള കുറച്ച് മെയിൽസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ തിങ്സ്, അതുമല്ലെങ്കിൽ അവരുടെ അനലറ്റിക്സ് ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ചെല്ലാം കൂടുതലായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടെല്ലാം മെയിലെല്ലാം അയക്കാറുണ്ട്. പലരും ഇത്തരത്തിലുള്ള മെയിൽ ഇത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യാറ്. എന്നാൽ ഇത്തരത്തിലുള്ള മെയിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് അതിലുള്ള കണ്ടന്റ് എന്താണ് അവർ പറയുന്നത്, അതായത് ഓരോരുത്തരുടെ ചാനലിന് വേണ്ട ഇൻഫർമേഷനും അതിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ നമ്മുടെ ചാനൽ കൂടുതൽ ഗ്രോത്തിലേക്കെല്ലാം പോകാം, ഇതിനെക്കുറിച്ചെല്ലാം യൂട്യൂബ് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പുതിയ യൂട്യൂബേഴ്സിനെല്ലാം ഇത്തരത്തിലുള്ള മെയിൽസ് ഒരുപാട് റിസീവ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള മെയിൽസ് എല്ലാം റിസീവ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇഗ്നോർ ചെയ്യാതെ ഈ മെയിലിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, ഇത് എങ്ങനെയാണ് നമ്മുടെ ചാനലിന് ഗുണം ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഒരു മോട്ടിവേറ്റിംഗ് ആയ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് യൂട്യൂബ് ഷെയർ ചെയ്ത ഒരു ഇൻസിഡൻ്റ് ആണിത്. ഇവിടെ ഒരു ചാനൽ അവരുടെ മൂന്നാമത്തെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയും അതിലേക്ക് 800K+ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ലഭിക്കുകയും ഉണ്ടായി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു മെയിൽ വന്നിട്ടുണ്ടോ അതോ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടി നമുക്ക് ഈ ഒരു മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്രകാരം ഒരു മെയിലാണ് യൂട്യൂബ് അയച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഈ ചാനൽ ഗ്രോത്ത് വന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആദ്യമായി ഇവിടെ പറയുന്നത് ഇത് തമിഴ്നാട്ടിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂന്നാമത്തെ ചാനലാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഇവരുടെ ചാനൽ ഗ്രോത്ത് എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചെല്ലാം നോക്കാം. ഇതിനായി നമ്മൾ ഇവിടെ ഈ ഒരു പേജ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്രിയേറ്റർ അവരുടെ ചാനൽ സക്സസിന്റെ സീക്രട്ട്, അതുപോലെ അവരുടെ കുറച്ച് ഇൻഫർമേഷൻ എല്ലാം അവർക്ക് എന്താണ് മോട്ടിവേറ്റിംഗ് ആയി വന്നത് ഇതിനെക്കുറിച്ചെല്ലാം കുറച്ച് കാര്യങ്ങളെല്ലാം ഈ ഒരു പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. YTTN തമിഴ് എന്ന ഒരു യൂട്യൂബ് ചാനലാണിത്. ഇവിടെ പറയുന്നത് ഇവർ ഒരു വില്ലേജിൽ നിന്നുള്ള ഒരു യൂട്യൂബർ ആണ്. ഒരുപാട് പേർ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് അവരെ കളിയാക്കുകയെല്ലാം ഉണ്ടായി. അതായത് യൂട്യൂബ് ജേണി എന്നത് ഇത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമുള്ളതാണ്, നിങ്ങൾക്കും ഇത്തരത്തിലുള്ളതിലൊന്നും സക്സസ് ആകാൻ സാധിക്കില്ല, ഇപ്രകാരമെല്ലാം ഒരുപാട് പേർ നെഗറ്റീവ് കമൻസ് എല്ലാം നൽകി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിന് ഇത് കൂടുതൽ മോട്ടിവേറ്റ് ആക്കുകയും അതായത് എനിക്കും യൂട്യൂബിൽ സക്സസ് ആകണമെന്ന ചിന്ത ഇത് കൂടുതലായി വരികയും അതിനനുസരിച്ച് ഹാർഡ് വർക്കിങ്ങും അതുപോലെ ഡിറ്റർമിൻഡ് ആയി വർക്ക് ചെയ്യുകയും ചെയ്തതിൻ്റെ ശേഷമാണ് ഇത്തരത്തിലൊരു സക്സസ്സിലേക്ക് അവരുടെ ചാനൽ എത്താൻ സാധിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ കളിയാക്കലിന്റെ എല്ലാം ഫലമായി അതിൽ നിന്നും കിട്ടിയ ഒരു പ്രചോദനമാണ് ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും യൂട്യൂബിൽ സക്സസ് ആകണം എന്ന ചിന്ത വരാൻ കാരണം. അപ്പോൾ എന്തെല്ലാം കാര്യമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ചാനൽ സക്സസ് ആകുന്നത്, ഈ ഒരു കാര്യത്തെക്കുറിച്ചെല്ലാം ഇവിടെ കുറച്ച് പോയിന്റ്സ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. ആദ്യമായി പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് യുവർ USP ആൻഡ് സ്ട്രെങ്ത്. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, നമ്മുടെ പാഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വോയിസ്, അതുപോലെ യുണീക്ക് സ്റ്റൈലിലുള്ള പ്രസൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് കൂടുതൽ ഓഡിയൻസിനെ എല്ലാം നേടിക്കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമതായി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, ഫൈൻഡിങ് യുവർ നിച്ച്. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള കണ്ടന്റാണ് നമ്മുടെ ചാനലിൽ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. അതായത് ടെക് റിലേറ്റഡ് വീഡിയോസ് ആണോ, അല്ലെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് ആണോ, ക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോസ് ആണോ, ഇങ്ങനെ എന്തിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതിലാണ് നിങ്ങൾക്ക് കൂടുതൽ പാഷൻ, അതിനനുസരിച്ചുള്ള വീഡിയോസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്തരത്തിൽ നമ്മുടെ പാഷൻ അനുസരിച്ചെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഗ്രോത്ത് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഗെയിമിംഗ് റിലേറ്റഡ് ആയ വീഡിയോസിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതിനാൽ തന്നെയാണ് ഗെയിമിംഗ് റിലേറ്റഡ് ആയ വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതിനാൽ തന്നെ ഈ ഒരു ഗെയിമിങ്ങിൽ അദ്ദേഹത്തിന് വളരെയധികം പാഷൻ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് സക്സസ് ആകാൻ സാധിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മളും ഇതുപോലെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏതിലാണ് കൂടുതൽ പാഷൻ അതിനനുസരിച്ചുള്ള കണ്ടന്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക. മൂന്നാമതായി ഇവിടെ പറയുന്നത് ഫോക്കസ് ഓൺ ദി ക്വാളിറ്റി ഓഫ് കണ്ടന്റ്
കണ്ടന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി കണ്ടന്റ് എല്ലാം ചെയ്യുക. നമ്മൾ ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നു എന്നതിലല്ല, നല്ല ക്വാളിറ്റിയുള്ള നല്ല കണ്ടന്റ് വ്യൂവേഴ്സിന് കാണാൻ താല്പര്യമുള്ള തരത്തിലുള്ള കണ്ടന്റ് എല്ലാം ചെയ്യുക. ഇതിനായി കൂടുതൽ റിസർച്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് സ്ക്രിപ്റ്റിംഗ് എല്ലാം ചെയ്യാം. ഇപ്രകാരം എല്ലാം ചെയ്യുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ എപ്രകാരം ഷൂട്ട് ചെയ്യണം എന്നതിനെ കുറിച്ചെല്ലാം കൂടുതൽ ഐഡിയ ലഭിക്കും. അതിനാൽ തന്നെ ഒരു പോയിന്റും മിസ്സാകാതിരിക്കാനെല്ലാം ഈ ഒരു കാര്യം നിങ്ങളെ സഹായിക്കും. അതിനാൽ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നല്ല ക്വാളിറ്റി കണ്ടന്റ് എല്ലാം നിങ്ങളുടെ വ്യൂവേഴ്സിന് നൽകാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിലെല്ലാം ശ്രദ്ധിച്ചതിന്റെ ഫലമായി 25 വയസ്സുള്ള ഒരു ഫാർമർ ആയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന് യൂട്യൂബിൽ വളരെയധികം സക്സസ് ആകാൻ സാധിച്ചു. ഇദ്ദേഹത്തിന്റെ പേര് തമിഴ് സെൽവൻ എന്നാണ്. ഇതുപോലെ ഒരുപാട് മോട്ടിവേറ്റിംഗ് ആയ കാര്യങ്ങളെല്ലാം യൂട്യൂബ് ഷെയർ ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അതിനനുസരിച്ച് നമ്മുടെ ചാനലിലും കുറെ മാറ്റങ്ങളെല്ലാം കൊണ്ടുവരാൻ സാധിച്ചാൽ നമ്മുടെ ചാനലും നല്ല ഗ്രോത്തിലേക്കെല്ലാം പെട്ടെന്ന് എത്താൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്